ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് BJPക്ക് RSSന് അടക്കം ഏറ്റവും പ്രിയപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെ വിശ്വഗുരുവാക്കുക എന്നുള്ളത്. ഭാരതത്തിന് ഒരു വിശ്വഗുരു സ്ഥാനമുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അങ്ങനെ ഭാരതത്തിൻ്റെ വിശ്വഗുരുവായി മാറിയ, ഭാരതം വിശ്വഗുരു എന്ന് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന വ്യക്തി നമ്മളുടെ മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷവും വലതുപക്ഷവും വേണ്ട രീതിയിൽ പലപ്പോഴും മഹാത്മാഗാന്ധിയെ പഠിച്ചിട്ടില്ല എന്ന് നമ്മുടെ നാട്ടിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകൾ അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഭാരതം ഇന്നും ആഴത്തിൽ അറിയേണ്ട, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ മാർട്ടിൻ ലൂതർ കിങ് മുതൽ മണ്ടേല വരെയുള്ളവർ ആദരവോടെ കാണുന്ന, മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മഹാത്മാഗാന്ധി ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്ധിദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുവരുമെങ്കിൽ അതിൻ്റെ ഗുരുനാഥനായ മഹാത്മാഗാന്ധിയാണെന്ന് പാടിയ മഹാകവിയെ ഓർത്തുകൊണ്ട് വേണ്ട രീതിയിൽ മഹാത്മാഗാന്ധിയെ ആഴത്തിൽ അറിയാനും പഠിക്കാനും ഈ രാജ്യത്ത് ജനിച്ച, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച ഏറ്റവും വലിയ മനുഷ്യനെ അടുത്തറിയുകയുമാണ് ഈ ലോകത്ത് വളരുന്ന വർഗീയതയുടെ, തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ, വിഘടനവാദത്തിൻ്റെ, വയലൻസിൻ്റെയൊക്കെ ഏറ്റവും നല്ല മരുന്നും ഏറ്റവും നല്ല മറുപടി.